നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച വ്യാജ വിവരങ്ങൾ നൽകി നഗരസഭാ ചെയർപേഴ്സണെതിരെ മുൻസിഫ് കോടതിയിൽ ഹർജി. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ചെയർപേഴ്സൺ. ISL ഫുട്ബോൾ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ച മൂവാറ്റുപുഴ ന്യൂസ്. നിർമ്മല കോളേജിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ 14ഓളം ടീമുകൾ മാറ്റുരച്ചു. 7ാമത് മൂവാറ്റുപുഴ ബൈബിൾ കൺവെൻഷൻ വാഴപ്പള്ളി മാർ ഇവാനിയോസ് നഗറിൽ നടത്തപ്പെടും. കൺവെൻഷൻ 20, 21, 22 തീയതികളിൽ. സ്കൂൾ സമയത്തെ ടിപ്പറുകളുടെ ഗതാഗത ക്രമീകരണ സമയം പരിശോധിക്കണം. വിദ്യാർത്ഥികളുടെ ജീവന് ഭീഷണിയായി ടിപ്പർ ലോറികളുടെ മരണപ്പാച്ചിൽ. ടിപ്പർ ലോറികൾ തടഞ്ഞ് DYFI. മഹിളാ അസോസിയേഷൻ പായിപ്ര സ്കൂൾ പടി യൂണിറ്റ് സാംസ്കാരിക സംഗമം നടത്തി. ഉദ്ഘാടനം ചെയ്ത മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം പുഷ്പദാസ്. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച വ്യാജ വിവരങ്ങൾ നൽകിയെന്നാരോപിച്ച് മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സണെതിരെ മുൻസിഫ് കോടതിയിൽ ഹർജി. PV ഷാജി സമർപ്പിച്ച ഹർജിയെ തുടർന്ന് വിഷയം രാഷ്ട്രീയമായി ഏറ്റെടുത്ത CPM തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നിയമപരമായി നേരിടുമെന്നും ചെയർപേഴ്സൺ. നാമനിർദ്ദേശ പത്രികയിൽ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച വ്യാജ വിവരങ്ങൾ നൽകിയെന്നാരോപിച്ച് മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണിക്കെതിരെ മൂവാറ്റുപുഴ മുൻസിഫ് കോടതിയിൽ ഹർജി. നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച ഫോറം Aയിൽ BBA വിവരങ്ങൾ സംബന്ധിച്ച് നൽകിയ വിവരങ്ങൾ വ്യാജമാണെന്നും ബാങ്ക് വായ്പയുടെയും ആസ്തിയുടെയും വിവരങ്ങളിൽ പൊരുത്തക്കേടുണ്ടെന്നും ആരോപിച്ച് നഗരസഭ 24ാം വാർഡിലെ വോട്ടറായ PV ഷാജി സമർപ്പിച്ച ഹർജിയാണ് മൂവാറ്റുപുഴ മുൻസിഫ് കോടതി ഫയലിൽ സ്വീകരിച്ചത്. ഹർജി ഫയലിൽ സ്വീകരിച്ചതോടെ വിഷയം രാഷ്ട്രീയമായി ഏറ്റെടുത്തിരിക്കുകയാണ് CPM. ഡിഗ്രി ഉൾപ്പെടെ വ്യാജമാണെന്നും തിരഞ്ഞെടുപ്പിൽ വിദ്യാഭ്യാസ യോഗ്യത മാനദണ്ഡമല്ലാത്ത നിലയിലും ജനാധിപത്യത്തിന് നിരക്കാത്ത പ്രവൃത്തിയിൽ നിന്ന് പിന്നോട്ടു പോകണമെന്നും CPM ഏരിയ സെക്രട്ടറി അനീഷ മാത്യു പറഞ്ഞു. മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി അദ്ദേഹത്തിൻ്റെ നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അസത്യകരമായിട്ടുള്ള കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഷാജി എന്ന് പറയുന്നയാൾ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കോടതിയിൽ കേസ് കൊടുത്തിരുന്നു. ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പരിശോധിക്കുമ്പോൾ 2020 ശ്രീ ജോയ്സ് മേരി ആൻ്റണിയുടെ നോമിനേഷൻ ഫോമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള കൃത്രിമങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത ഉൾപ്പെടെ 2015 ഇയാൾ +2 പാസ്സാകുന്നത്. അത് നമ്മുടെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായി എന്നുള്ളതാണ് അതിൻ്റെ അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിനുശേഷം MG യൂണിവേഴ്സിറ്റിയിൽ BA നേഴ്സിംഗ് എന്നാണ് ഇതിൻ്റെ അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഇതോടൊപ്പം തന്നെ 2025 ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരുടെ നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 2020 BA എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 2025 നോമിനേഷനിൽ BBA 2000 അരുണോദയം യൂണിവേഴ്സിറ്റി ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് അരുണാചൽ പ്രദേശിലെ, അവിടെ നിന്ന് പാസ്സായി എന്നാണ് പറയുന്നത്. ഇത് രണ്ടും ശരിയാണെന്നിരിക്കെ പോലും UGCയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് 2020 ഒരാൾക്ക് ഒരേ സമയം 2 ഡിഗ്രി കോഴ്സുകൾ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇത് രണ്ടിൻ്റെ വർഷങ്ങൾ ഉൾപ്പെടെ തമ്മിൽ വലിയ വ്യത്യാസം ഇതിനകത്ത് വന്നു ചേർന്നിരിക്കുകയാണ്. ഇത് മാത്രമല്ല, നോമിനേഷനിൽ കൊടുത്തിരിക്കുന്നത് പ്രകാരം 2025 അവരുടെ ആസ്തി ബാധ്യതകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൊടുക്കുമ്പോൾ 85 ലക്ഷം രൂപയുടെ കാർ ലോൺ കാണിക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് ഉണ്ട് എന്ന് നോമിനേഷനിൽ പറഞ്ഞിരിക്കുന്നത് കിയ സോണറ്റയുടെ ഒരു കാറ് മാത്രമാണ്. ഞങ്ങളുടെ സംശയം 2020 BBA പഠിക്കുന്നയാൾ MSW വെച്ചുകൊണ്ട് ഒരു സ്കൂളിൽ അധ്യാപികയായി ജോലി നേടുക. ഇതേപോലെ തന്നെയാണ് ഇവർ കോർപ്പറേറ്റ് ട്രെയിനർ എന്ന നിലയിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2020 MSW ഉണ്ടെന്ന് അവകാശപ്പെടുന്നയാൾ 2020 25 നോമിനേഷനിൽ BAയും BBAയും വിവിധ ഘട്ടങ്ങളിലായി പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. BA അല്ലെങ്കിൽ BBO കഴിയാതെ ഒരു കാരണവശാലും MSW എടുക്കാൻ വേണ്ടി സാധിക്കില്ല. 2015 ഇദ്ദേഹം +2 ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പാസ്സാകുന്നത് എന്നുകൂടി ഇതിൻ്റെ ഭാഗമായി സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഡിഗ്രി ഉൾപ്പെടെയുള്ളത് വ്യാജമാണ് എന്നുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അനുമാനിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ ഒരു മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിന് മത്സരിക്കണമെങ്കിൽ ഒരു ഡിഗ്രിയുടെയും ആവശ്യമില്ല.
ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ മതി. അങ്ങനെ ഇരിക്കെ തന്നെ ഇത്തരത്തിൽ തെറ്റായിട്ടുള്ള വ്യാജ വിവരങ്ങൾ കൊടുത്ത് വ്യാജ ഡിഗ്രിയാണോ ഇവർ കരസ്ഥമാക്കിയിരിക്കുന്നത് എങ്കിൽ ഈ തിരഞ്ഞെടുക്കപ്പെട്ട മുനിസിപ്പൽ കൗൺസിലർ സ്ഥാനത്ത് നിന്നുൾപ്പെടെ മുനിസിപ്പൽ ചെയർമാൻ പദവി ഉൾപ്പെടെ ഒഴിഞ്ഞ് ജനങ്ങളോട് അതിൻ്റെ മര്യാദ കാണിക്കണം. ജനാധിപത്യത്തിന് നിരക്കാത്ത പ്രവർത്തനത്തിൽ നിന്ന് പിന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. നമ്മുടെ മൂവാറ്റുപുഴയിൽ ഉൾപ്പെടെയുള്ള വിവിധ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ ഈ വാർത്തകൾ ചർച്ചയായിരുന്നു. വസ്തുതകൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രതികരിക്കാം എന്ന നിലപാടാണ് ഞങ്ങളെടുത്തത്. ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴ മുനിസിപ്പൽ കോടതി ഈ തെരഞ്ഞെടുപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. ആ സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നോമിനേഷൻ്റെ രേഖകൾ ഉൾപ്പെടെ വിവരാവകാശം വെച്ച് നമ്മൾ എടുത്തു. നേരത്തെയും ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ വഴി തന്നെ അപമാനിക്കാൻ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്നും അതിനെതിരെ ഞാൻ പരാതി നൽകിയിട്ടുണ്ടെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. എന്നാൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നിയമപരമായി നേരിടുമെന്നും ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി മൂവാറ്റുപുഴ ന്യൂസിനോട് പറഞ്ഞു. ഇങ്ങനെ ഇത്തരത്തിലൊരു കേസ് ഉണ്ടെന്നോ ഇങ്ങനെ കുറേ ആരോപണങ്ങളുണ്ടെന്നോ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെയാണ്. ഞാനൊരു നോട്ടീസ് എനിക്ക് കിട്ടുകയോ ഞാനതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പം ഇങ്ങനെ നോട്ടീസ് കൈപ്പറ്റിയിട്ടില്ല എന്നൊക്കെ പറയണ കേട്ടു. അങ്ങനെ ഞാനിതുവരെ അങ്ങനെ നോട്ടീസ് കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളടക്കത്തെ പറ്റി എനിക്ക് പ്രതിപാദിക്കാനും പറ്റുന്നില്ല. പക്ഷേ ആസ് ഐ അണ്ടർസ്റ്റാൻഡ് ദിസ് മാറ്റർ ഈസ് അണ്ടർ ജൂറിസ്ഡിക്ഷൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു കാര്യത്തിൽ കൂടുതൽ കമൻസ് പറയേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നിയമപരമായിട്ട് തന്നെ പോരാടുകയും മുൻപോട്ട് പോവുകയും ചെയ്യും. തെറ്റായിട്ടുള്ള ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. അത് നിയമത്തിന് മുന്നിൽ തെളിയിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസവുമുണ്ട്. പിന്നെ ഇതിനു മുമ്പും ഇതുപോലെയുള്ള പല ആരോപണങ്ങളും സോഷ്യൽ മീഡിയകളിലുള്ള അറ്റാക്കുകളും ഒക്കെ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഇപ്പോൾ ഇലക്ഷനോടനുബന്ധിച്ചും അതിനുശേഷം ചെയർപേഴ്സൺഷിപ്പിനോടനുബന്ധിച്ചും ഒക്കെ പല രീതിയിലുള്ള വ്യാജ പ്രചരണം ഇവിടെയുള്ള എല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഞാൻ ചില കേസുകൾ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതും അതിൻ്റെ വഴി അങ്ങനെ തന്നെ അങ്ങ് മുമ്പോട്ട് പോകും. നിയമത്തിൽ അടിയുറച്ച വിശ്വാസമുണ്ട്, അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. ഈ ഒരു കാര്യം ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് തന്നെയാണ് അടിയുറച്ച് വിശ്വസിക്കുന്നത്. സാമ്പത്തിക ഇടപാടിനെ പറ്റിയും ഇങ്ങനെ ആരോപണങ്ങളുണ്ടെന്ന് കേൾക്കുന്നു. ഞാൻ നടത്തുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. വളരെ സുതാര്യമായി അതിൻ്റെ അക്കൗണ്ട്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന, സുതാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്, ഒരു വുമൺ ഓൺടർപ്രണർഷിപ്പാണ്. അപ്പം അതൊക്കെ ഒരു വനിത കഷ്ടപ്പെട്ട് മുമ്പോട്ട് വരുമ്പോൾ ഇത്തരത്തിൽ എന്തും പറഞ്ഞ് അവരെ ഇല്ലാണ്ടാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാമാന്യ ജനത്തിന് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. എന്നും സത്യം മാത്രം ജയിക്കുന്ന വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു കാര്യങ്ങളും തെറ്റായി ഞാൻ രേഖപ്പെടുത്തിയിട്ടില്ല. കൃത്യമായ എല്ലാ ഡോക്യുമെന്റുകളും എൻ്റെ കയ്യിലുണ്ട്. ചെയർപേഴ്സൺ എതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്നതോടെ വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്കാണ് വിഷയം വഴിവെച്ചത്. ISL ഫുട്ബോളിനോടനുബന്ധിച്ച് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ച് മൂവാറ്റുപുഴ ന്യൂസ്. പത്മാസ് വെഡിംഗ് കളക്ഷൻസും തോട്ടത്തിൽ ഫാഷൻ ജുവലറിയും തോട്ടത്തിൽ സിൽവർ കളക്ഷൻസും സ്പോൺസർമാരായി കോളേജിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ 14ഓളം ടീമുകൾ മാറ്റുരച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിനോട് അനുബന്ധിച്ച് മൂവാറ്റുപുഴ ന്യൂസ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. പത്മാസ് വെഡിംഗ് കളക്ഷനും തോട്ടത്തിൽ ഫാഷൻ ജ്വല്ലറിയും തോട്ടത്തിൽ സിൽവർ കളക്ഷനും സ്പോൺസർമാരായി കോളേജിൽ സംഘടിപ്പിച്ച ഷൂട്ടൌട്ട് മത്സരം നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നിർമ്മല കോളേജിൽ വെച്ച് നടത്തുന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഫുട്ബോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു കളിയാണ്, ഗെയിമാണ്. അപ്പോൾ അതിൻ്റെ പ്രോത്സാഹിപ്പിക്കുക എന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എപ്പോഴും കൂടുതൽ താല്പര്യം ഉണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ ഫുട്ബോളിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മൂവാറ്റുപുഴ ന്യൂസ് ചാനൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ പ്രോഗ്രാം നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു. ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ഗേൾസ്, ബോയ്സ്, സ്റ്റാഫ് എന്നീ വിഭാഗങ്ങളിലായി സംഘടിപ്പിച്ച മത്സരത്തിൽ 14ഓളം ടീമുകൾ മാറ്റുരച്ചു. നിർമ്മല കോളേജിന്റെ യൂണിവേഴ്സിറ്റി താരം ആദേശ് അജ്മൽ CR7 ബഹുമാനം കാത്ത ആഷിമോ MSP അജ്മൽ അർജുൻ. വാശിയേറിയ പോരാട്ടത്തിൽ ബോയ്സ് വിഭാഗത്തിൽ ഹിന്ദി ഡിപ്പാർട്ട്മെന്റ് 1ാം സ്ഥാനവും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് 2ാം സ്ഥാനവും, ഗേൾസ് വിഭാഗത്തിൽ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് 1ാം സ്ഥാനവും ഹിന്ദി ഡിപ്പാർട്ട്മെന്റ്
2ാം സ്ഥാനവും സ്റ്റാഫ് വിഭാഗത്തിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് 1ാം സ്ഥാനവും കരസ്ഥമാക്കി. വിനോദ് സാർ അതിഭയങ്കരമായ ട്രെയിനിങ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന എത്നിക് ഡേയിൽ തോട്ടത്തിൽ ഫാഷൻ ജ്വല്ലറിയും തോട്ടത്തിൽ സിൽവർ കളക്ഷൻസും പത്മാസ് വെഡ്ഡിംഗ് കളക്ഷൻസും സ്പോൺസർ ചെയ്ത മെമ്മന്റോയും ക്യാഷ് പ്രൈസും വിജയികൾക്ക് വിതരണം ചെയ്തു. ബോയ്സ് വിഭാഗത്തിൽ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും കരസ്ഥമാക്കിയവർക്ക് തോട്ടത്തിൽ ഫാഷൻ ജ്വല്ലറി ഉടമ ബിജു തോട്ടം, ഗേൾസ് വിഭാഗത്തിൽ 1ഉം 2ഉം സ്ഥാനം കരസ്ഥമാക്കിയവർക്ക് മൂവാറ്റുപുഴ ന്യൂസ് ബ്യൂറോ ചീഫ് ബിബിത ബേബി, സ്റ്റാഫ് വിഭാഗത്തിൽ വിജയം നേടിയവർക്ക് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നിർമ്മല കോളേജ് പരിസർ ഫാദർ പോൾ കളത്തൂർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് മേധാവി ബാബു ആന്റണി, മൂവാറ്റുപുഴ ന്യൂസ് പ്രോഗ്രാം കോർഡിനേറ്റർ കൃഷ്ണ ഷാജി, നിർമ്മല കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ വിനോദ് കെ വി, യൂണിയൻ ചെയർമാൻ സ്ലീബ എബി തുടങ്ങിയവർ പങ്കെടുത്തു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. 7ാമത് മൂവാറ്റുപുഴ ബൈബിൾ കൺവെൻഷൻ വെള്ളിയാഴ്ച ആരംഭിക്കും. വാഴപ്പിള്ളി മാറിവാനിയോസ് നഗറിൽ 20, 21, 22 തീയതികളിലാണ് നടത്തപ്പെടുന്നത്. മൂവാറ്റുപുഴ രൂപതയുടെ ആഭിമുഖ്യത്തിലുള്ള 7ാമത് മൂവാറ്റുപുഴ ബൈബിൾ കൺവെൻഷൻ വെള്ളിയാഴ്ച ആരംഭിക്കും. വാഴപ്പിള്ളി വിമലഗിരി ബിഷപ്പ് ഹൗസിന് സമീപം മാർ ഇവാനിയോസ് നഗറിൽ വെള്ളിയാഴ്ച വൈകുന്നേരം 4:30 വരാപ്പുഴ അതിരൂപത സഹമെത്രാൻ ബിഷപ്പ് ഡോക്ടർ ആന്റണി വാലുങ്കൽ ലത്തീൻ ക്രമത്തിലുള്ള കുർബാന അർപ്പിച്ച് ബൈബിൾ പ്രതിഷ്ഠയും ഉദ്ഘാടനവും നിർവഹിക്കും. തിരുവനന്തപുരം മൗണ്ട് കാർമൽ ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ 3 ദിവസത്തെ കൺവെൻഷനിൽ വചനപ്രഘോഷണം നടത്തുമെന്ന് മൂവാറ്റുപുഴ രൂപതാ മെത്രാൻ ഡോക്ടർ യുഹനോൻ മാർ തെയോഡോഷ്യസ് പറഞ്ഞു. ഈ വരുന്ന 20, 21, 22 തീയതികളില് വിമലഗിരി ബിഷപ്സ് ഹൗസിനോട് ചേർന്നുള്ള മോർ ഇവാനിയോസ് നഗറിൽ ബഹുമാന്യനായ ദാനിയേൽ പൂവണ്ണത്തൽ അച്ഛന്റെ നേതൃത്വത്തിൽ കൺവെൻഷൻ നടത്തുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ നമുക്ക് ഈ വചന കൂടാരത്തിൽ വചനസന്ധ്യയിൽ വന്ന് പങ്കുചേരാം. മൂവാറ്റുപുഴ ബൈബിൾ കൺവെൻഷനിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. 21 വൈകുന്നേരം 4:30 കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കടത്തിൽ സീറോ മലബാർ ക്രമത്തിൽ കുർബാന അർപ്പിക്കും. സമാപന ദിവസമായ 22 വൈകുന്നേരം 4:30 മൂവാറ്റുപുഴ രൂപതാ മെത്രാൻ ഡോക്ടർ യുഹനോൻ മാർ തെയോഡോഷ്യസ് സീറോ മലങ്കര ക്രമത്തിലും കുർബാന അർപ്പിക്കും. കൺവെൻഷനോട് അനുബന്ധിച്ച് 3 ദിവസങ്ങളിലും ഉച്ചകഴിഞ്ഞ് 2 മുതൽ യുവജന സംഗമവും പരിശീലന ക്ലാസും എക്യുമെനിക്കൽ സംഗമവും നടത്തപ്പെടും. ഫാദർ തോമസ് ഞാറക്കാട്ട് കോർ എപ്പിസ്കോപ്പ, ഡോക്ടർ വർഗീസ് മടത്തിക്കുന്നത്ത്, മദർ ടോമിന SIC, ചാക്കോ ടി വർഗീസ് എന്നിവർ ബൈബിൾ കൺവെൻഷന് നേതൃത്വം നൽകും. മഹിളാ അസോസിയേഷൻ പായിപ്ര സ്കൂൾ പടി യൂണിറ്റ് സാംസ്കാരിക സംഗമം. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പായിപ്ര സ്കൂൾ പടി യൂണിറ്റിൽ സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചു. മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം പുഷ്പദാസ് ഉദ്ഘാടനം ചെയ്തു. ജെബി ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. CPM പായിപ്ര ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം സിറാജ് മൂശാരി മുഖ്യപ്രഭാഷണം നടത്തി. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. സ്പെഷ്യൽ ചായയും ചെറുപലഹാരങ്ങളും കഴിക്കാൻ മോഹനൻ ചേട്ടന്റെ ചായക്കടയിൽ എത്തുന്നത് നാട്ടുകാർ മാത്രമല്ല. മൂവാറ്റുപുഴ കടാതി പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന ഈ ചെറുകടയിൽ കടൽ കടന്നും അതിഥികൾ എത്തുന്നു. കൂടുതൽ അറിയാം ഈ ചെറുകടയെക്കുറിച്ച്. മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളോർക്കോയല്ലോ, മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളോർക്കോയല്ലോ, മമതയ്ക്ക് നീയെന്നു വന്നു ചേരും, മമതയ്ക്ക് നീയെന്നു വന്നു ചേരും, മനതാരിൽ മാറിക്കാർ മൂടിക്കഴിഞ്ഞല്ലോ. മൂവാറ്റുപുഴ കടാതി പാലത്തിന് സമീപം പുരാതനമായ കെട്ടിടത്തിലെ ഒറ്റമുറിയിൽ ഒരു കൊച്ചു പീടികയുണ്ട്. രുചിവൈവിധ്യമുള്ള ഈ ചായക്കടയിൽ എത്തുന്ന അതിഥികൾ നാട്ടുകാർ മാത്രമല്ല, ചായയും ചെറുപലഹാരങ്ങളും കഴിക്കാൻ കടൽ കടന്നും അതിഥികൾ ഇവിടെ എത്തുന്നുണ്ട്. പുരാതനമായ കെട്ടിടത്തിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് കടാതി പാലത്തിന് സമീപത്താണ് മോഹനൻ ചേട്ടന്റെ ചായക്കട. മൂവാറ്റുപുഴ കടാതി കോട്ടമലയിൽ മോഹനന് 2 തലമുറയായി കൈമാറി കിട്ടിയതാണ് ഈ ചായക്കട.
പാചകങ്ങൾ ഗ്യാസ് അടുപ്പിലേക്ക് മാറുമ്പോഴും വിറകടുപ്പിലാണ് ഇപ്പോഴും പാചകം എന്നതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഇവിടെ എത്തുന്നവർക്ക് പപ്പടവട, പരിപ്പുവട, പഴംപൊരി, നാടൻ ചെറുപഴങ്ങൾ, കപ്പ വറുത്തത് എന്നിവ എപ്പോഴും ഉണ്ടാകും. കൂടാതെ രാവിലെ പുട്ട്, അപ്പം, ചെറുപയർ, കടല, മുട്ടക്കറി എന്നിവയാണ് ഇവിടുത്തെ മറ്റു വിഭവങ്ങൾ. ഭാര്യയുടെ അച്ഛനും അതിനു മുമ്പ് മുത്തച്ഛനുമാണ് കട നടത്തിയിരുന്നതെന്നും കഴിഞ്ഞ 42 വർഷമായി താനാണ് കട നടത്തി വരുന്നതെന്നും മോഹനൻ ചേട്ടൻ പറഞ്ഞു. 3ാം തലമുറയാണ്. ഭാര്യയുടെ അച്ഛൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റെടുത്തു. 42 വർഷമായി ഞാനിത് നടത്തുന്നു. രാവിലെ 7 മണിക്ക് മുതൽ രാവിലെ പുട്ട്, അപ്പം, പയറ്, കടലക്കറി, മുട്ടക്കറി, പഴം എന്നും ഉണ്ടാവും. പിന്നെ ഉച്ച കഴിഞ്ഞ് ചെറുകടികൾ വെളിച്ചെണ്ണയിലാണ് എല്ലാം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് വിദേശികൾ വരുന്നുണ്ട്, സായിപ്പന്മാർ. അവർ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിങ്ങനെ പരിചയപ്പെട്ട് അവർ ഇവിടെ അടുത്തൊരു റിസോർട്ട് പണിതു. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാർ ഇവിടെ ഉച്ച കഴിഞ്ഞ് ചായ കുടിക്കാനായിട്ട് അവർ രാവിലെ വിളിച്ചു പറയും ഇത്ര പേര് വരുമെന്ന്. അവർക്കുള്ള പലഹാരങ്ങൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കും. കടയിൽ എത്തുന്നവരെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും അവർ കഴിച്ച് തൃപ്തിയോടെ മടങ്ങണം എന്നത് മോഹനൻ ചേട്ടന് നിർബന്ധമാണ്. കടാതിയിലെ റിസോർട്ടിൽ താമസിക്കാനെത്തുന്ന വിദേശികൾ കടയിൽ എത്താറുണ്ട്. ഇതോടെയാണ് മോഹനൻ ചേട്ടന്റെ രുചിപ്പെരുമ കടൽ കടന്നത്. പരിപ്പുവടയും പപ്പടവടയും പഴംപൊരിയുമാണ് വിദേശ അതിഥികൾക്ക് ഏറെ ഇഷ്ടം. We always come in February because where we live in Scotland, it's very cold and very dark, and so we like to come here where it's warm. This is our 13th trip to India. We love coming to India, and at the moment it's very cold and wet in Scotland, which is where we live, and we come to India in February and we get nice and warm and it's sunny and we just love it here, and the people in India are just so nice, and we like bananas and we've been eating banana fritters which are very good. മോഹനൻ ചേട്ടന്റെ ചായക്കടയിൽ പൂർണ്ണ പിന്തുണയുമായി ഭാര്യ വത്സയും ഒപ്പമുണ്ട്. ആധുനികതയുടെ പകിട്ടില്ലാത്ത വലിയ ഫ്ലെക്സ് ബോർഡുകൾ ഇല്ലാത്ത ഈ കൊച്ചു ചായക്കട തേടി ഇപ്പോഴും വിദേശികളും എത്തുന്നു. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. വേട്ടാമ്പാറയിൽ നിന്ന് കൂറ്റൻ രാജവെമ്പാലയെ പിടികൂടി. പടിപ്പാറ ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ നിന്നാണ് വ്യാഴാഴ്ച ഉച്ചയോടെ രാജവെമ്പാലയെ പിടികൂടിയത്. പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറയിൽ നിന്ന് കൂറ്റൻ രാജവെമ്പാലയെ പിടികൂടി. പടിപ്പാറ ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ നിന്ന് വ്യാഴാഴ്ച ഉച്ചയോടെയാണ് രാജവെമ്പാലയെ കണ്ടത്. പാമ്പുപിടുത്ത വിദഗ്ധൻ ജുവൽ ജോഡി സ്ഥലത്തെത്തിയപ്പോഴേക്കും പാമ്പ് സമീപത്തെ തോട്ടത്തിൽ ഒളിക്കുകയായിരുന്നു. തുടർന്ന് പാമ്പിനെ പിടികൂടിയെങ്കിലും സഞ്ചിയിൽ കയറാൻ കൂട്ടാക്കിയില്ല. തുടർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിന് ഒടുവിലാണ് പാമ്പിനെ കൂട്ടിലാക്കിയത്. സ്കൂൾ സമയത്തെ ടിപ്പറുകളുടെ ഗതാഗത ക്രമീകരണ സമയം പരിശോധിക്കണം. DYFI മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റി. വിദ്യാർത്ഥികളുടെ ജീവന് ഭീഷണിയായി ടിപ്പർ ലോറികളുടെ മരണപ്പാച്ചിൽ തുടരുന്ന സാഹചര്യത്തിൽ രണ്ടാർ കാനം കവലയിൽ DYFI മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടിപ്പർ ലോറികൾ തടഞ്ഞു. ടിപ്പറുകളുടെ സ്കൂൾ സമയത്തെ ഗതാഗത ക്രമീകരണ സമയം മാറ്റിയത് അശാസ്ത്രീയമാണ്. 8നും 9നും ഇടയിൽ ട്യൂഷനും മറ്റുമായി വിദ്യാർത്ഥികൾ സഞ്ചരിക്കുമ്പോഴാണ് നൂറുകണക്കിന് ടിപ്പറുകളുടെ തെരുവ് കീഴടക്കിയുള്ള സഞ്ചാരമെന്നും DYFI ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. മുടവൂർ പുളിമൂട്ടിൽ PU ഇട്ടിയവിര അവറാച്ചൻ 83 നിര്യാതനായി. സംസ്കാരം വ്യാഴാഴ്ച 2-ന് മുടവൂർ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നടത്തി. ഭാര്യ മേരി, അറക്കപ്പടി, കൊല്ലംകുടിയിൽ കുടുംബാംഗം. മക്കൾ ബിനോ PA, ബിജോ, മരുമക്കൾ മേരി, സനിത. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.